നമസ്കാരം. ഇന്നലെ എനിക്കൊരു വല്ലാത്ത അനുഭവത്തിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ലൂസ് സ്റ്റോക്ക് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചത് എൻ്റെ ഒരു ആവശ്യകതയുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ രാവിലെ ഞാൻ 8 മണിയുടെ ഫ്ലൈറ്റിന് ചെന്നൈക്ക് പോകുന്നു. അത് തന്നെ ഒരു അനുഭവമുണ്ട്. കാരണം കാലം മാറുന്നൊരു മാറ്റം. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ചെന്നൈക്കൊക്കെ പോകണമെങ്കിൽ എത്ര ദിവസത്തെ അധ്വാനവും പണിയും കഷ്ടപ്പാടും ഒക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തു, ഇവിടുന്ന് ചെക്ക് ഇൻ ചെയ്തു, അവിടെ ചെന്നൊരു 3 മിനിറ്റും കൊണ്ട് ഈ സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞു. വേറെ ഒന്നുമില്ല, എൻ്റെ ഒന്നുമില്ല. ഞാൻ അപ്പോൾ ഉണ്ടായിരുന്നത് എൻ്റെ മൊബൈലും കണ്ണാടിയും മാത്രമേ, എൻ്റെ വേറൊരു സാധനമില്ല. ഇച്ചിരി ചക്കപ്പഴം ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ മദ്രാസിൽ പോയി ഇറങ്ങി. മദ്രാസിൽ നിന്ന് ഞാൻ ഒരു ടാക്സി പിടിച്ചു, നേരെ BRP ഭാസ്കർ സാറിന് വിളിച്ചു വന്നു. അദ്ദേഹം കാത്തിരിക്കുക. ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു, അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചുപോയി, അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുവന്ന വരിക്കച്ചക്കപ്പഴം ഉണ്ടാക്കി. അത് മാത്രം അദ്ദേഹത്തിന് എന്താ കൊണ്ടുവന്നു, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ നോക്കി ഒറിജിനൽ ചക്കപ്പഴമാണ്, നല്ല മധുരമുള്ള ചക്കപ്പഴം. അത് ഞാൻ പാക്ക് ചെയ്തിട്ട് അത് നല്ല പല കടലാസിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് ഒരു കവറിൻ്റെ അകത്തിട്ട് അത് മാത്രമേ എൻ്റെ ഉള്ളൂ. പിന്നെ മൊബൈലും കണ്ണാടിയേ ഉള്ളൂ. ഞാനിതുകൊണ്ട് നേരെ 10 മണിയപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു, ഇതുകൊണ്ട് കൊടുത്തു. വൈകുന്നേരം 4 മണി വരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഒരു വീട്ടു വേലക്കാരിയുണ്ട്, അവർ എനിക്ക് ഞങ്ങൾക്ക് രണ്ടോട് ചോറുണ്ടാക്കി തന്നു. ചോറും ഉണ്ടു. 91 വയസ്സായി. 91 വയസ്സ്. ഓർമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കാത്ത കാര്യം, അദ്ദേഹം എന്നെ പരിചയപ്പെട്ടതും ബോബിയെ പരിചയപ്പെട്ടതും ഒക്കെ കറക്റ്റ് പറയുക. ഞാൻ അപ്പോഴോർക്കുന്നു സത്യമാണല്ലോ. എന്നെ പരിചയപ്പെട്ട ശേഷം എനിക്ക് തിരുവനന്തപുരം ജൂബിലി ആശുപത്രി ഒരാഴ്ച കിടക്കേണ്ടി വന്നു. അന്ന് 95 അങ്ങോട്ടാണ്. ഈ സമയത്ത് എന്നെ കാണാൻ അദ്ദേഹം ആശുപത്രി വരുമ്പോൾ ബോബി അവിടെ ഉണ്ട്. ബോബി എന്നെ ഇവിടെ ട്രെയിൻ ചെയ്തിരിക്കുക. ആ ആലോചിക്കണം. ഇതൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് അസാധാരണ അറിവും അസാമാന്യം എടുക്കാനല്ലേ. അപ്പം അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഞാനൊരു കാര്യം ചെയ്തു. ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും വേണ്ട ഗൗരവം കൊടുത്തില്ല. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഞാൻ ഇല്ലാത്തപ്പോൾ അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് എനിക്കറിയാം, ഒരു വിശ്വാസമുണ്ട്. അപ്പോഴാണ് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി വന്ന് നോക്കല്ലേ, ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഈ തില്ലങ്കരി ഇളക്കി വിട്ട ഭൂതം ഇതുവരെ അടങ്ങിയിട്ടില്ല. എന്താണ് സംഭവം? തില്ലങ്കരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആകാശ് തില്ലങ്കരി എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം, വേറെ തില്ലങ്കരി ഉള്ളതുകൊണ്ട്. വത്സൻ തില്ലങ്കരി RSSന്റെ അവരിളകും. അതുകൊണ്ട് ആകാശ് തില്ലങ്കരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതേ ഒളിവിലാണെന്നാണ് സങ്കല്പം. അദ്ദേഹം പറയുന്നത്, ഇവർ പറഞ്ഞതും കേട്ടോണ്ട് ഞങ്ങൾ പല കൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്. കൃത്യം ചെയ്യാൻ നിർദ്ദേശിച്ചവർക്ക് സഹകരണ സംഘങ്ങളുടെ ജോലി ഞങ്ങളെ പടിയടച്ചാണ്ട് പിണ്ടം വെച്ച അവസ്ഥയിലാണെന്നാണ്. ഇത് 2 ദിവസം മുമ്പ് പറഞ്ഞ അത് തന്നെ തുടരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങൾ. ആകാശ് തില്ലങ്കരിയെ പോലീസ് ഉടനെ പിടികൂടും, സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തില്ലങ്കരി ഇപ്പോഴും സുരക്ഷിതനായിരുന്നുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുപിടിക്കാനും ഒരു പിടികൂടാനും ഈ മൊബൈൽ ഉപയോഗിച്ചായിരിക്കുമല്ലോ എന്തായാലും, അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിച്ചാണല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഇതുപോലും കണ്ടുപിടിക്കാൻ യാതൊരു വകുപ്പും ഇനിയില്ല. അതായത് ഇതുവരെയായിട്ടും കേസെടുത്തു. ഒരു പരാതിക്കാരി മന്ത്രി രാജേഷിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ ഒരാളുടെ ഭാര്യ. എന്താണ് അവരെ മോശം പരാമർശം നടത്തിയെന്നാണ് ഇയാൾ. അതാണ് അതിന്റെ തുടക്കം. ഇപ്പൊ പുള്ളി വെല്ലുവിളിക്കുകയാണ്. സത്യത്തിൽ ആകാശ് തില്ലങ്കരി പാർട്ടിയെ നേതാക്കളെയും വെല്ലുവിളിക്കുകയാണ്. ഇത് എന്തുകൊണ്ടായിരിക്കാം? ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന് ഈ പാർട്ടിക്കകത്തെ, കണ്ണൂരിലെ രാഷ്ട്രീയത്തിൻ്റെ അകത്തെ ഒരു പുഴുക്കുത്തിൻ്റെ പ്രതിഫലനം. അടിസ്ഥാനം അതാണ് പ്രശ്നം. അതാണ് നമ്മൾ ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ, പണ്ട് അഴീക്കോടൻ രാഘവൻ തുടങ്ങിയ നീണ്ട നിരയുണ്ടല്ലോ ആ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാർ, അവർക്ക് എത്ര നായനാർ വരെ ഗോവിന്ദൻ മാഷിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും. ചടയം ഗോവിന്ദന്റെ മകനൊക്കെ വളരെ അവർക്കൊന്നും ഉന്നതന്മാരൊന്നും അല്ല, മേക്കാട് പണി ചെയ്തു. അവർക്ക് വേണമെങ്കിൽ ഈ ഗൾഫിലെ ഈ പ്രവാസി വ്യവസായികളുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റായിട്ടൊക്കെ ജോലി സുഖമായി വാങ്ങിക്കൊടുക്കുമായിരുന്നു. പക്ഷെ തയ്യാറായില്ല. അഴീക്കോടൻ രാഘവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചർക്ക് അവർക്ക് ജോലിയുണ്ട്, സർക്കാർ സ്കൂൾ ടീച്ചറായിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ കുട്ടികളെ നന്നായി വളർത്താനൊക്കെ കഴിഞ്ഞത്. അതിലെല്ലാം നമ്മളെ മലബാറിലെ നേതാക്കൾ TC നാരായണ നമ്പ്യാർ അവരൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കും. വേറൊരു രസകരമായ കാര്യം, മലബാറിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും വലിയ ശതമാനം പേര് വലിയ ജന്മി കുടുംബങ്ങളിൽ ജനിച്ചവരാണ് പലരും. പക്ഷെ പിൽക്കാലത്ത് അവരൊക്കെ മരിക്കുമ്പം അവർക്ക് ഒരു സമ്പാദ്യം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ജന്മിമാരായിട്ട് തന്നെ ജീവിക്കാമായിരുന്നു. ആ സ്വത്തൊക്കെ ഉപയോഗിച്ച് പലരും വടക്കേ മലബാറിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും വളരെ സമ്പന്നമായ ധനിക ജന്മി കുടുംബങ്ങളിൽ ജനിച്ചവരാണ്. എന്നിട്ട് പാപ്പരായി. ആ സമയം താഴെത്തട്ട് ജനിച്ച പലരും ദിനേശ് ബീഡി കമ്പനി പോയി പത്രം വായിച്ചുകൊണ്ടിരുന്നവരൊക്കെ പിണറായി വിജയൻ ഒരു ഉടുപ്പേ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, പിണറായി വിജയന് ഒരേ ഒരു ഉടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ വിയർപ്പ് നാറ്റമായിരുന്നാണ് അന്ന് പരിചയമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു. ആ കാലത്ത് ഇദ്ദേഹം ദേശാഭിമാനിയിലിരുന്ന് പത്രം വായിച്ചു, ഉറക്ക പത്രം വായിച്ചു കൊടുക്കും. ഈ തൊഴിലാളികൾക്ക് വായിക്കാറിയത്തില്ലല്ലോ.
ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി. ഈ സമയത്ത് ഒരൊറ്റ ഉടുപ്പായിരുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് മുഷിയും, ഇത് അലക്കിയാണ് പിറ്റേ ദിവസം ഇട്ടുകൊണ്ടിരുന്നത്. അതാണ് പിണറായി വിജയനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം അഴീക്കോടൻ രാഘവനെ കുറിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അന്ന് LDF കൺവീനർ ആയിരുന്നില്ല, LDF അല്ല അന്ന് ഇടത് മുന്നണിയുടെ കൺവീനർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ അന്ന് പലരും ഇങ്ങനെ ഉയർത്തിരുന്നു. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് വേറെ ആരോപണങ്ങളായിരുന്നു. അല്ലാതെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എന്തെല്ലാം ആരോപണങ്ങളാണ് കേൾക്കുന്നത്. പക്ഷെ ആ മനുഷ്യന് ഒന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ കടക്കാരനാവാൻ സാധ്യത, അവൻ്റെ കട ഉണ്ടെന്നാണ് പറയുന്നത്. കാര്യം മകനെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായ വ്യത്യാസം കൊണ്ടെങ്കിലും അവന് കാശുണ്ടാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. നമ്മളത് പറയാതിരിക്കും. ആ ഇളയ മോള് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു തോന്നുന്നു. അപ്പോൾ ഇവിടെ ഈ കണ്ണൂരിലെ വിഷയം, നമ്മുടെ വിഷയം കണ്ണൂരിലെ വിഷയമാണ്. കണ്ണൂരിലെ വിഷയത്തിൽ 2-3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ണൂർ പോലെ CPM-ൻ്റെ ഒരു കോട്ടയിൽ ഇങ്ങനെ ഒരു ഭിന്നത ഉണ്ടാവുന്നത്, അതിന് പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ടോ? അതാണ്. 2, ഈ തുറന്നു പറച്ചിലിലെ സത്യങ്ങൾ. 3, ഈ എങ്ങനെയാണ് ഇവരൊക്കെ CPM-ൻ്റെ ആളുകളായി മാറുന്നത് എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടുന്ന കാര്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നില്ല നമ്മുടെ ലൂസ് ടോക്കിൽ തന്നെ. ഒരു മെമ്പർഷിപ്പിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഇത്തരക്കാർ ഈ ഭരണം കിട്ടി ഒരു പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ വരും, സ്വാഭാവികമാണ്. ഇവരെ ഒന്ന് നിരീക്ഷിക്കാനോ മനസ്സിലാക്കാനോ സംവിധാനം ഇവിടെ ഇല്ലയോ? എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, ഞാനിത് ആദ്യമേ പറയട്ടെ, സന്ദീപ് വാചസ്പതിയുടെ ഒരു പോസ്റ്റ് ഞാൻ ഇന്ന് വായിച്ചു. അതാണ് അതിനെ കറക്റ്റ്. ഇതൊരു ചായക്കോട്ടയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്, ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. നമ്മൾ ഈ കൊടുങ്കാറ്റിൻ്റെ താളം സൂം ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവം തോന്നും. പക്ഷെ അത് ചായക്കോപ്പയാന്ന് നമ്മൾ വൈഡ് ആംഗിളിൽ കണ്ടാലേ നമുക്ക് പിടികിട്ടത്തുള്ളൂ. നമ്മൾ അത് ഈ നമ്മളതിൻ്റെ ആ സൂം ആംഗിളാണ് കാണുന്നത്. കാരണം ഇത് എന്തൊക്കെയോ ഒരു പദ്ധതിയുടെ ഭാഗമായി ആണ്. കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ആകാശ് തെല്ലങ്കരിയും അല്ലെങ്കിൽ മറ്റവൻ്റെ പേരുന്ന അർജുനായെങ്കിയും ഒക്കെ അവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല, അവരൊക്കെ പിണറായിസ്റ്റുകളാണ്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിങ്ങൾ പറഞ്ഞ ചടയം ഗോവിന്ദൻ അടക്കം, അല്ലെങ്കിൽ അഴീക്കോടൻ മാസ്റ്റർ അഴീക്കോടൻ രാഘവൻ അടക്കമുള്ളവർ, അല്ലെങ്കിൽ AK ഗോപാലൻ അടക്കമുള്ളവർ കെട്ടിപ്പൊക്കിയ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ വളരെ എളുപ്പത്തിൽ അധികാരം നിലനിർത്തുന്ന ഒരു ഫോർമുലയാക്കി പിണറായി മാറ്റിയപ്പോൾ അതിന് കംപ്ലീറ്റ് ഫോർമുല മാറ്റി. അതായത് ചൈന എന്താണോ ചൈന ചെയ്തത് അതാണ് ഇവിടെ ചെയ്തത്. ചൈന പക്ഷേ ചെയ്തത് സാമ്പത്തിക ശാസ്ത്രത്തിലുണ്ടായ മാറ്റം മാത്രമേ ഉള്ളൂ. അതായത് കമ്മ്യൂണിസത്തിൻ്റെ സ്വേച്ഛാധിപത്യം, ഏകാധിപത്യം, മിലിറ്ററി പവർ, അതെല്ലാം നിലനിർത്തി. അത് നിലനിർത്തിയിട്ട് ഫൈനാൻഷ്യൽ ഇത് മാത്രം അവർ തുറന്നു കൊടുത്തു. ഇവരിവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇതിനുള്ള ഈ സാമ്പത്തികമൊന്നും ഇവർക്ക് വിഷയമല്ലോ, ഇവരതൊക്കെ പണ്ടേ കളഞ്ഞാണല്ലോ ഇവരുടെ ഈ ആശയം. എന്നിട്ട് ഇവരിതിനെ കാണിച്ചെന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഇതിനെ ഒരു പബ്ലിക് റിലേഷൻ ഒരു എന്താ പറയുക, ഹിറ്റ്ലർ ചെയ്ത മാതിരി, ഗീബൽസിനെ എടുത്ത് ഇറക്കിയത് മാതിരി ഇവർ ജോൺ ബുട്ടാസിനെ പോലെയുള്ള അല്ലെങ്കിൽ PM മനോജിനെ പോലുള്ളവരുടെ പല തരത്തിലുള്ള പബ്ലിക് റിലേഷൻ സംഭവങ്ങൾ ഒരു വശത്ത് ഇറക്കിയിട്ട് എല്ലാ വൃത്തികേടുകളും നടത്തി. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഫോർമുല വിജയിച്ചു. ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോഴും ആ സരിതയുടെ വാക്കുകൾ ഓർക്കും. സരിത ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് പാർട്ടിയുടെ നയമാണ് ആ പിൻവാതിലൂടെ തന്നെ നിയമനം കൊടുക്കുക. അങ്ങനെ ഒരാളെ നിയമിച്ചാൽ ആ കുടുംബത്തിലുള്ള എല്ലാവരും കൂട്ട് കിട്ടും എന്ന് മാത്രമല്ല അവരുടെ സുഹൃത്തുക്കളും ഇനി അടുത്ത ആളെ കിട്ടുമെന്ന് പ്രതീക്ഷ നിൽക്കും. അങ്ങനെ ഏതെല്ലാം തരത്തിൽ ആളുകളെ കമ്മ്യൂണിസ്റ്റുവൽക്കരിക്കാമോ അത്തരത്തിൽ ചെയ്തു. അപ്പം ഈ പാർട്ടി ഗ്രാമങ്ങൾ രൂപീകരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് ഇന്നിപ്പോൾ ഇന്നലെ എന്നോട് സിവിൽ സർവീസ് ഓഫീസർ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കഥയുണ്ട്, അതുകൊണ്ട് പറയേണ്ടതുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർ ഈ പഞ്ചായത്ത് സംവിധാനങ്ങളെ നന്നായി ഉപയോഗിക്കുന്നുള്ളൂ. ഈ ആനുകൂല്യങ്ങളെല്ലാം വാരി കൊടുക്കുന്നത് പഞ്ചായത്ത്, അത് വളരെ അടിത്തറ ഉണ്ടാക്കുന്നുള്ള. അതുപോലെ ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പണസമ്പാദനം വേണം. കാരണം അതിന് വഴി കണ്ടെത്തി. ഇവർക്ക് എതിരാളികളെ കൊല്ലണം, അതിന് വഴി കണ്ടെത്തി. ഇവർക്ക് സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുകയും ശബ്ദമുള്ളവരുടെ ക്രെഡിബിലിറ്റി കളയുകയും വ്യക്തിഹത്യ ചെയ്യുകയും അവരെ സൈബർ ഇടത്തിൽ വെട്ടിക്കൊല്ലുകയും ചെയ്യണം. അല്ലെ, രാഷ്ട്രീയ കൊലപാതകം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പണ്ടൊക്കെ കണ്ണൂരിൽ എവിടെയാണെങ്കിലും രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോൾ പിടികൂടുന്ന പ്രതികൾ പാർട്ടി പ്രവർത്തകർ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ പിടികൂടുന്ന പലരും പാർട്ടി പ്രവർത്തകരല്ല. TP കേസിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇത് പാർട്ടി പ്രവർത്തകർ ഒരുപക്ഷെ പലരും വിസമ്മതിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഈ നേതാക്കന്മാരും മക്കള് കൊലക്കേസ് പ്രതിയായിട്ടില്ലല്ലോ. അപ്പൊ പാവപ്പെട്ട ഈ അണികളെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ട് പിന്നെ അവന്റെ ജന്മം പാഴാവുകയാണല്ലോ. അവനെ രക്തസാക്ഷിയാക്കും, ചെറിയ ഇത് കൊടുക്കും, സാമ്പത്തികം കൊടുക്കും. പക്ഷെ മരിച്ചിട്ട് കിട്ടിയിടത്തിലും കാര്യമില്ല. ഞാൻ എപ്പോഴും തോന്നാറുണ്ട് ഇൻഷുറൻസ് ആണ് ഏറ്റവും വലിയ വൃത്തികേടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻഷുറൻസിന്റെ വിശദാംശങ്ങൾ ബാങ്കിൽ നിന്ന് ചോദിച്ചപ്പോഴേ അവർ നമ്മളോട് പറയുന്നത് എന്താണ്, നിങ്ങൾ മരിച്ചാൽ
3 കോടി കിട്ടും. നമ്മൾ ചത്തുപോയി കഴിഞ്ഞിട്ട് 3 കോടി കിട്ടിയിട്ടില്ല, കാര്യമില്ലല്ലോ. ഇത് മുഴുവൻ 10 കൊല്ലത്തേക്ക് നിങ്ങൾ ഇത്ര രൂപ അടയ്ക്കണം, 10 കൊല്ലത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കോടി കിട്ടും. അത് ഞാൻ തട്ടിപ്പോയാൽ എനിക്ക് 3 കോടി കിട്ടും എന്നുള്ളത്. ഈ സാധനം അവർക്ക് പിടി കിട്ടി. ആർക്ക്? ഈ സഖാക്കൾക്ക്. ഞങ്ങൾ തട്ടിപ്പോയാൽ ചിലപ്പോൾ വീട്ടിലൊരു രക്തസാക്ഷി മണ്ഡപവും കാണും, വീടും ഉണ്ടാക്കി കൊടുക്കും. വേണ്ട, സഹകരണ സംഘത്തിൽ ജോലി കിട്ടുമായിരിക്കും, ഭാര്യയായിട്ട് വേണ്ട എന്ന് കരുതി കാണും അവര്. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മൾ ഈ TP കേസ് ആണെങ്കിൽ പോലും ആ പ്രതികളുടെയൊക്കെ പേര് ഗുണ്ട പേരുള്ളവരല്ലേ പ്രതികൾ? എല്ലാവരും ആണ്. പക്ഷെ ഇവരോടുള്ള ഒരു ദയയുണ്ടല്ലോ, കരുണയുണ്ട്. അവിടെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ആകാശത്തില്ലങ്കരി ഇപ്പോഴും പിടികിട്ടാപ്പള്ളി ആയിരിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ പിടികിട്ടാപ്പള്ളി ആയിരിക്കുന്നതിന് ഉത്തരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് TP ചന്ദ്രശേഖരൻ കേസിലെ എല്ലാ തെളിവുകളോടും കൂടിയും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരാണ് ഇവരെല്ലാം. കോടീശ്വരി മുതൽ കിർമാണി മനോജ് മുതൽ മുഹമ്മദ് ഷാഫി മുതൽ സകലരും ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ ഇവർക്ക് ഒരിക്കലും ജയിലിൽ കിടക്കേണ്ടി വരുന്നില്ല. പരോള് അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ ഇവർക്ക് മൊബൈൽ സൗകര്യമുണ്ട്. ഇവർ ജയിലിൽ നിന്ന് പരോളിപ്പോയാണ് കല്യാണം കഴിച്ചതും കുഞ്ഞുങ്ങളുണ്ടാവുന്നതും. അപ്പോൾ ഇത്രയധികം എന്ന് മാത്രമല്ല, നേതാക്കന്മാർ പോയി ഇവരെ കണ്ടു. കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ കല്യാണത്തിനൊക്കെ പോയിരുന്നല്ലോ, എല്ലാവരും പോയി. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പിണറായിസം കെട്ടിപ്പടുത്തപ്പോൾ അതിൽ ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട്. ഒരുപാട് അഴിമതിക്കാരെ അല്ലെങ്കിൽ എന്താ പറയണത്, ഈ കളങ്കിത കച്ചവടക്കാരുടെ ആനുകൂല്യങ്ങൾ കൈപ്പിടി. അങ്ങനെ പിണറായിസത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും അറിയാവുന്നവരാണിവർ. ഇവിടെ മെയിൻ കുഴപ്പമാകാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ ഇവർക്കറിയാം, പറഞ്ഞു വിട്ടതാരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇവരതിൻ്റെ തെളിവും കാണും. ഈ പറയുന്ന ഈ വൃത്തികേട് കാണിക്കുന്നവരെപ്പോഴും അതിൻ്റെ ഒരു തെളിവ്. പണ്ടത്തെ കാലമല്ല, ഇപ്പം എല്ലാം കച്ചവടമാണ്. കൃത്യമായ തെളിവും കൊണ്ടായിരിക്കും ഉറപ്പായിട്ടും അവൻ തെളിവെടുത്ത് വെച്ചിരിക്കും. ഈ വൃത്തികേടിന് കൂട്ടു നിൽക്കുന്നവരെ ആരെത്ര വലിയവനാണെങ്കിലും അവനൊരല്പം മാറ്റിവെക്കും. ഈ വൃത്തികേടിൻ്റെ ഒരു പരിപാടി. നമ്മൾ നമ്മൾ തമ്മിൽ ഭയങ്കര അടുപ്പമാണ്, നമ്മൾ എന്തും ചെയ്യുന്ന പോലല്ല. വൃത്തികേടിന് കൂട്ടു നിൽക്കണമെങ്കിൽ എത്ര അടുപ്പമാണേലും നമ്മൾ, കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്ന ഭാവി പണി കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് കൊടിസുനിയെയും കിർമാണി മനോജിനെയും ഷാഫിയെ ഒന്നും പണക്കാൻ പറ്റാത്ത. അത് തന്നെയാണ് ആകാശ് തില്ലങ്കരിയെ പണക്കാൻ പറ്റത്തില്ല. ഈ ആകാശ് തില്ലങ്കേരി ഇത്രയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇതെല്ലാമായിട്ട് വെല്ലുവിളിച്ചിട്ടും മറുപടി പറയാൻ ആരും വന്നിട്ടില്ല. ഒന്ന്. രണ്ട്, ആകാശ് തില്ലങ്കരി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടും ഒളിവിലെന്നാണ് പറയുന്നത്. കാരണം ഇവർ ആകാശ് തില്ലങ്കരിയെ ഒളിവിൽ വിട്ടവർക്ക് പറ്റൂ. പിടിച്ച അപകടമാണ്. ആകാശ് തില്ലങ്കരിയെ പിടിച്ചു കഴിഞ്ഞാൽ ബൂമറാങ്ങാണത്. അപ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ പിന്നിലിവരാണ്. ആകാശ് തില്ലങ്കരിയും അർജുൻ ആയങ്കയും ഒക്കെയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകം ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ഇവർ സ്വർണം പിടിച്ചു പറിയെന്ന് പറയുന്നത് തട്ടിപ്പാണ്, പൊട്ടിക്കൽ. അപ്പോൾ ഈ പൊട്ടിക്കൽ ഇവർ നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സെക്കൻഡ്, എത്ര 12 മിനിറ്റ് ആരെങ്കിലും വെളിയിൽ തട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ പൊട്ടിക്കൽ പ്രക്രിയ കൂടി നടക്കുകയാണ്. ഈ പൊട്ടിക്കലിലൂടെ കാശുണ്ടാക്കുന്നു, അത് അവരുടെ വരുമാന മാർഗമാണ്. 2 തരത്തിലാണ് ചെയ്യുന്നത്. ഒരേ വശത്ത് ഇവർ കാശുണ്ടാക്കാൻ വേണ്ടി ഇവർ ഗുണ്ടകളായി നിൽക്കുന്നു, അതായത് സ്വർണം പൊട്ടിച്ച് കാശുണ്ടാക്കുന്നു. മറുവശത്ത് ഇവർ എതിരാളികളെ കൊന്നുകളയുന്നു. അപ്പോൾ ഈ രണ്ടും അതീവ ഗുരുതരമായ പ്രശ്നങ്ങളും പ്രതിസന്ധിയും പാർട്ടിക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ആകാശത്തിലെങ്കിലും പിടിക്കാൻ പറ്റാത്തത്. പക്ഷേ എൻ്റെ ചോദ്യം അവിടെയല്ല. ഈ ആകാശത്തിലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭാഗമായിരിക്കും. ഇയാൾ എന്തുകൊണ്ടായിരിക്കും തുറന്നു പറഞ്ഞത്? ഇപ്പോൾ എന്തോ ഒരു ശ്രീലക്ഷ്മി അങ്ങനെ കണ്ടൊരു പെങ്കൊച്ചിൻ്റെ പോസ്റ്റാന്ന് പറയുന്നുണ്ട്. അവൾ പറയുന്നിരുന്നത് എൻ്റെ പേരിൽ ഇവന്മാർ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ചെയ്തെന്നാണ്. കേവലം ഒരു പോസ്റ്റിൻ്റെ പുറത്തൊന്നും ഈ CPM-ൻ്റെ ഇത്രയും കേഡറായിരിക്കുന്ന ആളുകൾ ഇങ്ങനെയൊന്നും പറയില്ല. ഈ കണ്ണൂരിലെ ഇപ്പോൾ പാർട്ടി തന്നെയുള്ള വിഷയങ്ങളുണ്ടല്ലോ, P. ജയരാജൻ, EP. ജയരാജൻ വിഷയങ്ങൾ, ഇതിൻ്റെ മിക്കവാറും ഇതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെ ആവാനായിരിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ P. ജയരാജൻ എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ എടുക്കുക. ഇയാൾ ഒരർത്ഥത്തിൽ നല്ല നേതാവാണ്. അതായത് നമ്മൾ മുമ്പേ സൂചിപ്പിച്ച ഈ അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അഴിമതിയില്ല, ഒന്നുമില്ല, മക്കളുടെ കാര്യം നോക്കിയിട്ടില്ല, കാശുണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല ഇതുപോലെ അച്ചടക്കമുള്ളൊരു നേതാവ്. കാരണം അയാളെപ്പോലെ ജനകീയനായ അത്രയും ജനപിന്തുണ ഉണ്ടായിട്ടും ഒരു പദവിയും ആലോചിക്കും. ചിന്താ ജെറോമിൻ എത്തപ്പെട്ടത് അതിലെത്തിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ചിന്താ ജെറോമിന് 1 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയുണ്ട്. ഇങ്ങനെ അത്രയും ശമ്പളം കാണില്ല. ഖാദി ബോർഡ് അത്രയും കാണത്തെ. ശോഭനെ ഒന്ന് വിളിച്ച് ചോദിക്കാം നമുക്ക്, ശോഭനാഥോട് ചോദിക്കാം എത്ര ഉണ്ടെന്ന്. അപ്പോൾ ചിന്താ ജെറോമിന് ഒരു വശത്ത് ശമ്പളം, 2 ചിന്താ ജെറോം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, P. ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം. അപ്പോൾ ഈ P. ജയരാജൻ നേതാവിനെ ചിന്താ ജെറോമിനൊപ്പമേ വളരാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ വേറെ കാര്യം, സുരേഷ് കുറുപ്പിനും രാജീവ് അബ്രാഹിനും ചിന്താ ജെറോമിൻ്റെ അത്ര വളരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അവരവിടെ നിന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണേണ്ട ഈ ഇക്വേഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒന്ന്,
കണ്ണൂരിൽ പൊതുവേ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വ്യതിയാനം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇ പി ജയരാജൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പിണറായിയേക്കാൾ സീനിയറായ നേതാവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, പറയാൻ പറ്റത്തില്ല, അത്രയും സീനിയർ. പക്ഷേ ഇ പിക്ക് എവിടെയോ കിളി പോയി. അതായത് ഇ പി നല്ല നേതാവായിരുന്നു, പക്ഷെ എവിടെയോ ഇ പിക്ക് കിളി പോയി. ഇ പി പറയുന്നതിൻ്റെ അകത്തൊക്കെ എന്തോ ഒരു കുഴപ്പം വന്നു. പക്ഷെ ബേസിക്കലി അയാൾ അണികൾക്കിടയിൽ അടുപ്പമുള്ള ആളായിരുന്നു. പക്ഷെ പിണറായി സോങ് കൊണ്ട് ശക്തമായി വന്നപ്പോൾ ഇ പി കൂടെ നിന്നെങ്കിലും വേണ്ട തരത്തിലുള്ള പരിഗണന ഇ പിക്ക് കിട്ടിയിട്ടില്ല. അവിടെ ഇ പിക്ക് ഒരു അതൃപ്തിയും അസംതൃപ്തിയും ഉണ്ടായിരുന്നു. ഒരു സംസ്ഥാന സെക്രട്ടറി ആക്കിയില്ല, പോളിറ്റ് ബ്യൂറോയിൽ എടുത്തില്ല, മന്ത്രിയാക്കിയില്ല, സീറ്റ് കൊടുത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു വല്ലാത്ത അതൃപ്തി ഇ പിക്ക് ഒരു വശത്തുണ്ട്. പക്ഷേ ഈ അതൃപ്തി പിണറായിയോടാണോ അതോ അതിനേക്കാൾ കൂടുതലുള്ളത് പി ജയരാജനാണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ പി ജയരാജനാവട്ടെ ഇ പിയും കോടിയേരിയും അടക്കമുള്ള പിണറായി അടക്കമുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി താഴ്ന്നിരിക്കുമായിരുന്നു. അതായത് ശബ്ദമേ പോയി എന്ന് ആലോചിച്ചു. അയാളെ വടകരെ മത്സരിപ്പിക്കുന്നു, അയാൾക്ക് യാതൊരു താല്പര്യമില്ലാതില്ല. കാരണം അയാൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തൊന്ന് മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് അയാളെ വടകരെ മത്സരിപ്പിക്കുന്നത്. അപ്പം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പോയവരെയൊക്കെ ആ സമയത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്ത് ഉൾപ്പെടുത്തും. ഞങ്ങളുടെ കെ ജെ തോമസ് അല്ല വാസവനൊക്കെ അനാവരൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇയാളെ പരിഗണിച്ചില്ല. എന്ന് മാത്രമല്ല ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റിയ ആള് എന്തിനാണ് മാറ്റുന്നത്? ലോക്സഭ മത്സരിക്കുക. ലോക്സഭയിൽ തോറ്റും തിരിച്ചു കൊടുത്തില്ല ജില്ലാ സെക്രട്ടറി. സിപിഎമ്മിനെ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അപ്പം ഈ ജില്ലാ സെക്രട്ടറി അസമയം വി എൻ വാസവന് കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തു. തോറ്റുപോയി. വി എൻ വാസവൻ പാർലമെന്റ് തോറ്റു, പക്ഷേ കോട്ടയം ജില്ലാ സെക്രട്ടറി സ്ഥാനം കൊടുത്തു. പി ജയരാജൻ തോറ്റെങ്കിലും സെക്രട്ടറി സ്ഥാനം കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ശ്വാസം മുട്ട് വരുന്നു, ഇങ്ങനെ നിൽക്കുന്നു, ഈ മറ്റേ ഈ പി ജെ ആർമിയുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നു, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായല്ലോ. ഇവിടെ വളരെ നാടകീയമായ കണ്ണൂർ രാഷ്ട്രീയത്തിലുണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയതോടെ ഫോർമുല അങ്ങ് മാറി. ഫോർമുല മാറുകയും ഞെട്ടിച്ചുകൊണ്ട് ഗോവിന്ദൻ മാഷ് പി ജയരാജനെ കൈപിടിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് പിണറായിയോട് ഇങ്ങനെ അകന്നുകൊണ്ടിരുന്ന ഇ പി ജയരാജൻ വീണ്ടും ആ ബുദ്ധിമുട്ട് മാറി പിണറായിയോട് ചേരുവാണ്. അപ്പോൾ ഇ പിക്ക് കണ്ണൂരിലെ തൻ്റെ സ്വാധീനം നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പി ജയരാജനാണ് വാസ്തവത്തിൽ കണ്ണൂരിലെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത്. കാരണം ബാക്കിയുള്ള ഇപ്പം ഇ പി ഫണ്ട് ശേഖരണമാണ്, പിണറായി അധികാരമാണ്, എം വി ജയരാജൻ പാവം ആ മനുഷ്യന് പ്രത്യേകിച്ച് അങ്ങനെ റോളൊന്നുമില്ല, കോടിയേരി ആവട്ടെ പിണറായി പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇവിടെ നിശബ്ദനായി നിന്ന് കളി കണ്ടിരുന്ന ഗോവിന്ദ മാഷാണ് ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തി പാർട്ടി സെക്രട്ടറിയായി. പി ജയരാജൻ പിന്തള്ളപ്പെടുന്നു. ഇ പി അവസാന നിമിഷം അപ്രതീക്ഷിതം പിണറായിയോടൊപ്പം നിന്നിട്ടും പിന്തള്ളപ്പെടും. ഈ ഒരു ഘട്ടത്തിൽ പി ജയരാജനെ തിരിച്ചു പിടിച്ചതോടെ ഇവർക്കെല്ലാം ബുദ്ധിമുട്ടായി. കാരണം പി ജയരാജനെ ഗോവിന്ദ മാഷ് പിടിച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഇവിടെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അട്ടിമറി ഈ പറയുന്ന ആകാശ് തിലങ്കേരിയും അർജുൻ ആയികയും ഒക്കെ ജയരാജൻ്റെ ആളുകളായിരുന്നു. കംപ്ലീറ്റ് പേരും ജയരാജൻ്റെ ആളുകൾ. ജയരാജൻ അത്ര അടുപ്പുള്ള ആൾ. ജയരാജൻ പോയി കണ്ടിട്ടുണ്ട് ആകാശ് തിലങ്കരിയെ ജയിലിൽ കിടക്കുമ്പം ഷുഹൈബ് കേസിൽ. ഇവിടെ കൊലപാതകം ചെയ്തു എന്ന് ആകാശത്തില്ലെങ്കിൽ തുറന്നു പറയുമ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന ആരെയാണ്? പി ജയരാജനെയാണ്. അവിടെയാണ് പറയണത്. ഇവിടുത്തെ ഇപ്പോൾ പി ജയരാജൻ ഗോവിന്ദൻ മാഷർക്കൊപ്പം ചേർന്നു എന്ന് തിരിച്ചറിഞ്ഞ് അത് പണിയാകുമെന്നറിഞ്ഞ് ഇ പിയും പിണറായിയും ഒരുമിച്ച് നിന്ന് കളിക്കുന്ന കളിയാണ്. മാത്രമല്ല ഇതിനൊക്കെ വേറൊരു സംഭവം ഉണ്ടല്ലോ, അർജുൻ നായകയുടെ ഭാര്യ അയാൾക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതെ, അതിൻ്റെ ഇടയിൽ അത് എന്തോ ഒരു കണക്ഷനുണ്ട്. ഇത്രയും കാലമില്ലാതിരിക്കും ഒരു സുപ്രഭാതത്തിൽ അർജുൻ നായകയുടെ ഭാര്യ എന്തൊക്കെയാണ് പറഞ്ഞത്? പീഡിപ്പിക്കുന്നു, ഭാര്യ പീഡിപ്പിക്കുന്നു, ആങ്ങളെ പീഡിപ്പിക്കുന്നു, ഭർത്താവ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പി ജയരാജനെ നിശബ്ദനാവേണ്ടി വരും. ഖാദി ബോർഡോട് തൃപ്തിപ്പെടേണ്ടി വരും. പി ജയരാജനെ തലപൊക്കാൻ കഴിയാതാവും. തന്ത്രജ്ഞനാണ് ഗോവിന്ദൻ മാഷ്, ഒന്നും മിണ്ടത്തില്ല, ഒരു അഭിപ്രായവും പറയത്തില്ല. വളരെ കൃത്യമായി അദ്ദേഹം ഇന്നലെ ഒരു ഡയലോഗ് പറഞ്ഞു, ശിവശങ്കർ CPM കാരനല്ല, CPM കറക്റ്റാണല്ലോ, ഞങ്ങൾക്ക് ബന്ധമില്ല. വേറൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, രണ്ടാം തവണയും ഭരണം കിട്ടിയതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് വാസ്തവത്തിൽ പിണറായിക്ക് മൂക്കുകയറിടാൻ ഗോവിന്ദൻ മാഷ് നടത്തുന്ന നീക്കത്തിനുള്ള തിരിച്ചടിയാണ്. വളരെ കൃത്യമായി ഇവരെ പൊക്കിയതോടുകൂടി ഇവന്മാരിപ്പോൾ മാപ്പ് സാക്ഷിയായാൽ ഷുഹൈബ് കേസിൻ്റെ വിചാരണ വരുന്നു. ഈ കേസ് വിചാരണ ഷുഹൈബ് കേസ് എവിടെ വരെയായി? വിചാരണ ശിക്ഷിക്കപ്പെട്ട് കിടക്കുമോ തോന്നുന്നു. എന്തെങ്കിലും ആണോ സർക്കാർ കാശ് മുടക്കി നടന്നത് CBI അന്വേഷണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കേസിൽ ഈ തില്ലങ്കരിയോ
അല്ലെങ്കിൽ അർജുനായെങ്കിയൊക്കെ പറയുകയാണ് ഞങ്ങളാണ് കൊന്നത്, ഞങ്ങളോട് പറഞ്ഞത് ഈ പി ജയരാജനാണ് എന്ന് പറഞ്ഞാൽ പ്രതിയായി. പി ജയരാജനെ പറ്റി അകത്തിടാൻ പിണറായി ബാധ്യസ്ഥനാവും. അതോടുകൂടി പി ജയരാജൻ അവസാനിച്ചു. അപ്പോൾ പി ജയരാജന് മുമ്പിലുള്ള വഴി ഒന്നുകിൽ ഇപ്പോഴത്തെ പോലെ തന്നെ ഇരട്ട ചങ്കൻ ഞാനാണ് പറഞ്ഞ് മുമ്പോട്ട് പോയി ജയിലിലാവുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഖാദി ബോർഡ് ചെയർമാൻ എൻ്റെ വൈസ് ചെയർമാനായി കഴിയുക. കാരണം അർജുനായെങ്കിൽ ഈ തില്ലങ്കരി എല്ലാം ഉണ്ടല്ലോ, അവർ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. വളരെ എളുപ്പമല്ലേ? ഇപ്പൊ പറയുമെന്ന് പറഞ്ഞാൽ സംഗതി മാറിയില്ലേ? അല്ലെങ്കിൽ ഒരിക്കലും ഇതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കാൻ വെച്ചാൽ ഈ കൊലപാതകമൊക്കെ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലേ ഇവർക്കൊരു സെറ്റപ്പ് ആയിരിക്കത്തില്ല. ഇപ്പോൾ ഈ അർജുനായെങ്കിലും ആകാശ് തിലങ്കരി അടങ്ങുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ കിർമാണി മന വേറെ ഇവർക്ക് പോലും അറിയാത്ത ഇവരുടെ കില്ലർ സ്കാഡ്സ് കാണും. അപ്പം ഈ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കാനായിട്ട് രംഗത്തിറങ്ങി കഴിഞ്ഞാൽ ഇവർക്കറിയാം ഈ ചെയ്യുന്നവർക്ക് ഈ പാർട്ടി എങ്ങനെയാണെന്നറിയാം, ഏതറ്റം വരെ പോകുന്നത്. അപ്പം CPM എന്ന് പറയുന്ന പാർട്ടിയും പിണറായി എന്ന് പറയുന്ന സർക്കാരിനെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അധികകാലം ആയുസ്സുണ്ടാവത്തില്ലെന്ന് ചിന്തിക്കാനുള്ള വിവേകം ആ തില്ലങ്കരിക്കുണ്ട്. ഉറപ്പ്. അപ്പോൾ ഇത് കൃത്യമായ പിന്തുണയോടുകൂടിയുള്ള ഒരു ബഹളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സന്ദീപ് വചസ്പതി പറഞ്ഞു ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. മാത്രമല്ല ഈ തില്ലങ്കരിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ CPM ഉത്തരം പറയേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഇവർ കാര്യങ്ങൾ നടത്തിക്കൊള്ളുക. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഇത്രയുണ്ട്. ഇതുകൊണ്ട് എന്താണ് ഇവർ ഒരു ശ്രദ്ധ മാറ്റുന്നതാണോ, ബഹളം ഉണ്ടാക്കുന്നതാണോ? ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ വിഷയമൊക്കെ വീണ്ടും സജീവം വരുന്നു. നമ്മൾ വിചാരിക്കുന്നേക്കാൾ മുമ്പ് ഇവർക്കറിയാം ഇത് ശ്രദ്ധ മാറ്റും. CPMന്റെ അകത്തൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ പത്രങ്ങൾക്ക് വലിയ വേറെ സംഭവം കൊണ്ടുവന്നാൽ എല്ലാവരും അതിലേക്കായി. അതാവാം. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട് എന്നെ സങ്കടപ്പെടുത്തുന്നത്, നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒറ്റ വിഷയമുള്ളൂ. അതായത് ഈ കൊലപാതകം നടത്താനൊക്കെ ഒരു ശൃംഖല ഉണ്ടാക്കി വെക്കുക, കില്ലർ സ്ക്വാഡ് ഉണ്ടാക്കി വെക്കുക, അങ്ങനെ കൊലപാതകവും ഇതൊക്കെ ആസൂത്രണം ചെയ്യുക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്തു എന്ന് ഉളുപ്പില്ലാത്ത ഒരാൾ പറയുക. ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ പറഞ്ഞില്ല ഈ TP വധക്കേസിൽ ഇത്രയധികം പ്രതികൾ പിടിക്കപ്പെട്ടെങ്കിലും സത്യം പറഞ്ഞ പിണറായിലേക്ക് എത്തിയില്ല. മാത്രമല്ല അത് സംബന്ധിച്ച ഗൂഢാലോചനയെ കുറിച്ച് ശരിക്കും അന്വേഷണം നടന്നിട്ടില്ല. അല്ല ഇവരെല്ലാം പ്രതികളെ പിടിച്ചു, ഗൂഢാലോചന കേസ് വേറെ ഇല്ലേ? ഇവരെല്ലാം പിടിച്ചിട്ടെന്ന കാര്യം അവന്മാർക്ക് എന്തെങ്കിലും അവന്മാരുടെ ജീവിതത്തെ ബാധിച്ചോ? അവന്മാരുടെ വിവാഹവും നടന്നു, ആഘോഷം ജീവിക്കുന്നു, എന്തും ബാധിച്ചു? ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. അതായത് എതിരാളികളെ കൊന്നു തള്ളും. TP ചന്ദ്രശേഖരനെ കൊന്നു തള്ളി കഴിഞ്ഞുള്ള അടുത്ത തെരഞ്ഞെടുപ്പിലാണ് പിണറായി മുഖ്യമന്ത്രിയെന്ന് തോന്നുന്നത്. ആലോചിച്ച് നോക്കി. ഷുഹൈബ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുക്കനെ അവനെ വിചാരണ ചെയ്ത് കൊന്നതിൻ്റെ വിശദാംശങ്ങൾ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് സങ്കടം വരും. വായിൽ പിടിച്ച് നിർത്തി ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്ത് വിചാരണ ചെയ്താൽ ഈ മനുഷ്യാവശം പറഞ്ഞവരാണ്. മറ്റേ പിള്ളേരോ പാവപ്പെട്ട വീട്ടിൽ 2 പിള്ളേരില്ലേ, കൃപേഷും ശരത്തും, അതൊക്കെ വെട്ടി നുറുക്കി കൊല്ലുക, എന്നിട്ട് കൊലയാളികൾക്ക് വേണ്ടി കോടതി വരെ നിയമ സംവിധാനം നടത്തുക. എന്നിട്ടിപ്പോൾ ഇവർ തന്നെയാണ് കൊന്നത്. മണി എന്നാ പറഞ്ഞത് 1 2 3 4. നമ്മുടെ നാട് ഭരിക്കുന്ന പാർട്ടി അവർ മനുഷ്യൻ്റെ ജീവൻ ഇത്ര വില കൊടുത്തിട്ടുള്ള ആരെയും കൊല്ലും എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ. എനിക്കറിയത്തില്ല ഇവർ തമ്മിൽ തല്ലി ചാകുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മളെങ്ങനെ ഇത്രയും നിസ്സംഗരായി? ഈ പണ്ട് കാലത്തെ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ചിത്രങ്ങൾ കണ്ടിട്ടില്ല. എല്ലാവരും ചിരിക്കുന്ന മുഖമുള്ളവരാണ്. കൃഷ്ണനാണെങ്കിലും EMS ആണെങ്കിലും എല്ലാവരും ചിരിക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ നേതാക്കന്മാർ പറഞ്ഞ് ചിരിക്കാൻ മറന്നു പോയെന്ന് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആരും ചിരിക്കാറില്ല, എല്ലാവരും ബലം പ്രയോഗിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഈ പാർട്ടിയിൽ വന്ന കാലോചിതമായി വന്ന മാറ്റമായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ. അല്ല, അപ്പോൾ അതുകൊണ്ട് ഇത് പിണറായിസത്തിൻ്റെ അന്ത്യത്തിലേക്ക് എനിക്കറിയത്തില്ല. ഇത് ചായക്കോട്ടയിലെ കാപ്പയിലെ കൊടുങ്കാവ് തന്നെയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളി രംഗം ക്ലിയർ ചെയ്യാനുള്ള ഒരു പരിപാടി. പക്ഷേ എന്നാലും ഈ ഇത്രയും കാലം നമ്മളെപ്പോലുള്ളവർ പറഞ്ഞിരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, CPM എന്ന് പറയുന്നത് ഇങ്ങനെ കൊന്നും തിന്നും ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതിൻ്റെ തെളിവായി മാറുന്നു. അവർ തന്നെ പറയുന്നു, കൊല നടത്തിയവർ തന്നെ പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ കൊല നടത്തി. ജോലി കിട്ടി, ഞങ്ങൾക്ക് കിട്ടി ജോലി. അതാണ് വിഷയം. ഇതിൻ്റെ അതൊക്കെ എന്തൊക്കെ എനിക്ക് അതുപോലെ ഇവർ ഈ പറയുന്ന വാക്കുകൾ, സ്ത്രീകളെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ എനിക്കറിയില്ല എന്തെല്ലാം മനുഷ്യ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടറിയാം. ഞാൻ ഈ ദേശാഭിമാനിയുടെ റെസിഡൻറ്റായിരുന്നു PM മനോജ്. ഈ കണ്ണൂരിലെ ഈ സൈബർ ഗുണ്ടാ സംഘത്തിൻ്റെ തലവനായി. ഇപ്പോൾ പോരാളി ഷാജി അടക്കമുള്ള സകല ഇയാൾ പിണറായി വിജയൻ വന്നപ്പോൾ മീഡിയയിലേക്ക് മാറുന്നു. ഇയാളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സകല ഈ വൃത്തികേടുകൾ നിയന്ത്രിക്കുന്ന ഇയാളാണ്. അപ്പോൾ ഇത്തരം എല്ലാ സൈബർ കൊട്ടേഷൻ സംഘത്തിൻ്റെയും കൺട്രോൾ ഇയാളിലാണ്. അപ്പം ഇയാളും ഞാനും തമ്മിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത, നമ്മൾ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ യുദ്ധം നടത്തുമ്പോൾ ഇയാളാണ് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ശേഖരിച്ച് തന്നിട്ടിരുന്നത്. അപ്പോൾ നമ്മൾ അന്നത്തെ പ്രതിപക്ഷമാണല്ലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ എന്നോട് ഭയങ്കര ശത്രുത, എനിക്കെതിരെ പരാതി കൊടുക്കാൻ പല സ്ത്രീകളെയും ഇയാൾ നിർബന്ധിക്കാറുണ്ടെന്ന് എന്നോടൊരു മാധ്യമപ്രവർത്തക പറഞ്ഞു. ഒരു മാധ്യമപ്രവർത്തക മനോജ് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പലതവണ വിളിച്ചിട്ട് എനിക്കിതിൽ പരാതി കൊടുക്കണം, കേസെടുപ്പിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ
ബുദ്ധിമുട്ടിക്കുന്ന രീതിയായിക്കൊള്ളത്. ഇവർ എന്നോട് പിണങ്ങുന്നത് എവിടെയാണെന്നറിയും. എന്നോട് പിണങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. ഇവർ ഇലക്ഷൻ കഴിഞ്ഞു, CPM അധികാരത്തിൽ വന്നു, മിന്നൽ പിണറായി എന്ന് പേരൊക്കെ ഇട്ട് നമ്മളാണ് മൂപ്പിച്ചുകൊണ്ട് വരുന്നത്. ഇലക്ഷന് അധികാരത്തിൽ വരുമ്പോഴാണ് നമ്മൾ കൊടിസുനിയെ ഇവന്മാർ ജയിലിൽ സഹായിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ നമ്മളാണ് പുറത്തുവിടുന്നത്. ഇതും കൂടെ പുറത്തു വിട്ടപ്പോൾ ഇവന്മാരുടെ ഈ സൈബർ ഇടങ്ങൾ മുഴുവൻ ഇളകി. കാരണം ഈ CPMൻ്റെ സൈബർ ഇടങ്ങളുടെ ശരിക്കും ഒരു പ്രധാനപ്പെട്ട ആളാണ് കൂടി. അപ്പോൾ കൊടിസുനിയെ തൊട്ടതോടെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ ലൈക്ക് അമാർ താഴോട്ടാക്കുന്നു, അത് പൂട്ടാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തുന്നു. റേറ്റിംഗ് അത് നമ്മൾ 5+ ആയിരുന്നു, അത് നേരെ താഴെ പോയിട്ട് നമ്മുടെ 2 കുറയ്ക്കുന്നു. എന്തൊരു കൊട്ടേഷനായിരുന്നു അറിയോ. അപ്പോൾ അന്ന് മുഴുവൻ നേതൃത്വം കൊടുത്ത മനോജ. അന്ന് തുടങ്ങിയ വിരോധം, അങ്ങനെ ഈ ഒരു വിരോധം ഇവർക്ക് എല്ലാ കാലത്തും എല്ലാവരോടും ഉണ്ട്. ഇവരോട് എതിർത്ത് നിൽക്കുന്നവരെ ഇവർ വെറുതെ വിടില്ല. എന്തായാലും ഇത് എവിടെ വരെ ആകുമെന്ന് നമുക്ക് പോയി കാണാം. വലിയ മാറ്റമൊന്നും വരത്തെങ്കിലും CPMൻ്റെ മുഖം, ഈ CPMൻ്റെ ഈ സൈബർ മുഖം എന്ന് പറയുന്നത് വികൃതമാണ് എന്നതിൻ്റെ തെളിവാണ് അല്ലേ. ഈ രണ്ടുപേരും ഈ സമയത്ത് ഇറങ്ങി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആകാശ് തില്ലങ്കേരി ആണെങ്കിലും ഇയാളും മറ്റേ നമ്മുടെ അർജുനായെങ്കിലും അവർ രണ്ടുപേരും അവരുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങിയത് ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെ മാറാനുള്ള. എന്തായാലും CPMൻ്റെ സൈബർ മുഖം ഇത്രമാത്രം വൃത്തികെട്ടതാണ് എന്നതിൻ്റെ തെളിവായി ഇത് മാറുന്നു. വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.